നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പോസ്ട്രേറ്റിക് എൻലാർജ്മെന്റ് എന്നതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്ക് ആർക്കെങ്കിലും ഒക്കെയോ മൂത്രം പോകണമെന്ന് തോന്നി ബാത്റൂമിൽ പോയി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതല്ല, പോകണമെന്ന് തോന്നി ബാത്റൂമിൽ പോയതിന് ശേഷം തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ അത് സ്റ്റോപ്പായി പോകുന്നു. എന്നാൽ പോയി കഴിഞ്ഞിട്ടുമില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നു. ആ സ്റ്റോപ്പായി പോകുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുറേശ്ശെ പോകുന്നു, ഡ്രോപ്പായിട്ട്. അതല്ലെങ്കിൽ കുറച്ച് പോയിട്ട് വീണ്ടും നിന്നു പോകുന്നു. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമോ തന്നെ ഇങ്ങനത്തെ ഒരു മൂത്ര തടസ്സം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളുടെ പെൽവിസിൻ്റെ ഒരു USG സ്കാനിങ് എടുക്കുക എന്നുള്ളതാണ്. ആ സ്കാനിങ്ങിൽ കൂടെ നമ്മൾക്ക് എന്താണ് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീക്കമോ തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ അഥവാ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ എന്താണെന്ന് പുറത്തു പോലും പറയാൻ ചിലപ്പോൾ മടിയായിട്ട് ആൾക്കാർ ഇത് സഹിച്ച് വിഷമിച്ച ഉള്ളിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങനത്തെ ഒരു സ്കാനിങ്ങിന് വിധേയമായതിനു ശേഷം അത് ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മെഡിക്കേഷൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വളരെ സിമ്പിളായിട്ട് മരുന്ന് കഴിച്ച് മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ ഓരോരോ ഘട്ടമുണ്ട്. ആ ഘട്ടം നോക്കിയതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് പോസ്ട്രേറ്റിക് എൻലാർജ്മെന്റിന്റെ കൂടെ വരുന്നതാണ്. ഒട്ടുമിക്ക പുരുഷന്മാരിലും ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് സ്വാഭാവികമായിട്ടും ഒരു 70 to 80% പുരുഷന്മാരിൽ കാണാറുണ്ട്. അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് കോശമാറ്റം സംഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂത്ര തടസ്സം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചുള്ള. ഓക്കെ, താങ്ക് യു.